ഹായ് ഓൾ. ഇത് നടക്കുന്നത് 2021 ഒക്ടോബർ 14 പൂജ ഹോളിഡേയ്സിന്റെ ടൈമിലാണ്. ഇത്തവണ ട്രിപ്പ് കുമരകത്തേക്കായിരുന്നു. മുസ്തുവും അനുരാജും വണ്ടിയുടെ ഫ്രണ്ടിലിരുന്നു. ഞാൻ പുറകിലിരുന്ന് സൈഡ് വ്യൂസ് ക്യാപ്ചർ ചെയ്തു. പിന്നെ കിടന്നുകൊണ്ട് ടോപ്പ് വ്യൂസ് റെക്കോർഡ് ചെയ്തു. അതാണ് ഇവിടെ കാണുന്ന സോക്കോൾഡ് നീലാകാശവും ചുവന്ന ഭൂമിയും. പച്ചക്കടൽ വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ഫോർ ദ ട്വിസ്റ്റ്. കൊക്ക് കൊണ്ടേ പഠിക്കൂ എന്ന ചൊല്ലുപോലെയാണ് ഞങ്ങൾ മൂന്നും. വഴിയിൽ എവിടെയോ ചിക്കിങ് കണ്ട് നിർത്തി. ഫുഡ് ആവാൻ ടൈം എടുക്കുന്നു എന്ന് പറഞ്ഞോണ്ടോ എന്തോ നമ്മളൊന്നും കഴിച്ചില്ല എന്നാണ് ഓർമ്മ. കഴിച്ചില്ലേ എന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. കുമരകം എന്ന് പറഞ്ഞാല് ബോട്ടിംഗ് ആണല്ലോ മെയിൻ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുമരകം ടു മുഹമ്മ ബോട്ട് പിടിച്ചു. ഏതാണ്ട് DDLJക്ക് അകത്തെ SRT കജോൾ ട്രെയിൻ സീൻ ഉണ്ടല്ലോ, ഏറെക്കുറെ അങ്ങനെയായിരുന്നു നമ്മുടെ ബോട്ട് പിടുത്തം. ഒരു മിനിറ്റ് വൈകിയെങ്കിൽ ജസ്റ്റ് മിസ്സായനെ. ബോട്ടിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ എന്നല്ല, എന്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രൗഡ് ഉണ്ടാവരുത് എന്നാണ്. പക്ഷെ വല്ല പൂരം പെരുന്നാള് കോൺസെർട്ട് ഒക്കെ പോകുമ്പോൾ ആൾക്കാർ കൂടണം. നല്ല രീതിക്ക് എൻജോയ് ചെയ്ത ഒരു ബോട്ടിംഗ് ആയിരുന്നു. നട്ടുച്ചയായിരുന്നിട്ടും ചെറിയ തണുത്ത കാറ്റുണ്ടായിരുന്നു. വ്യൂസ് ആണെങ്കിൽ കിടൂന്ന് പറഞ്ഞ അടിപൊളി. മൊത്തത്തിലുള്ള ഒരു വൈബ്, ഒരു മെഡിറ്റേഷൻ ഫീലായിരുന്നേ. നമ്മള് മൊഹമ്മയില് ഇറങ്ങിയൊന്നുമില്ല, സെയിം ബോട്ടിൽ തന്നെ റിട്ടേൺ. നെക്സ്റ്റ് നമ്മുടെ ലക്ഷ്യം ഫുഡ് അടി ആയിരുന്നു. വണ്ടിയൊക്കെ എടുത്ത് നേരെ ഏതാണ്ട് പ്രാവൻകൂടെന്നോ കോഴിക്കൂടെന്നോ കിളിക്കൂടെന്നോ ഒക്കെ പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ഫുഡും മുന്തിരി കള്ളും എല്ലാം നൈസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ വൈബ് വെരി വെരി നൈസ്. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ പോയത് നാലുവങ്ക് സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. എത്തിയപ്പോഴത്തേക്കും ഇരുട്ടായി. പിന്നെ അവിടെ കാറ്റും കൊണ്ട് നടന്നു രസിച്ചു. പിന്നെ ഉണ്ടായ വേറൊരു സംഭവം, അൽ ശശിയാവൽ കണ്ടോളൂ. ചെന്നൈ സൂപ്പർ കിങ്സ് കിட்ட പെരിയ വിസൽ അടിയുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് കിட்ட വിസൽ പോൾ. ചെന്നൈ സൂപ്പർ കിങ്സ് അവിടുന്ന് നേരെ ആൽപ്പി ബീച്ച്. അടുത്തുണ്ടായിരുന്ന ഒരു വെറൈറ്റി ടീ ഷോപ്പിൽ നിന്ന് നൈസ് ടീ ഒക്കെ പിടിച്ച് പുലർച്ചെയായി കാണാം അവിടുന്ന് തൃശ്ശൂർക്ക് തിരിക്കുമ്പോ. അടിച്ചു പൊളിച്ച് ഒരു ദിവസം പോയ വഴി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫുള്ള് കളറായിരുന്നു കേട്ടാ. അപ്പോ പുതിയൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് മലയാളി ഫ്രം തൃശ്ശൂർ. ബൈ ഫോർ നൗ.